അങ്ങനെ എൻ്റെ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള വെബ്സൈറ്റ് ഇത് ഇവിടെ ലോഞ്ച് ചെയ്യുവാണ് കേട്ടോ. ഒരു പുതിയ ലൈഫ് എന്ന് തന്നെ പറയാം. അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി ആഗ്രഹിച്ച് ഒരാഗ്രഹം നേടിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു ഈ ഒരു സംഭവത്തിൻ്റെ പുറകെ ഞാൻ കുറേ നാളായിട്ട് നടന്നത്. അപ്പോൾ നമ്മളൊരു കഫേയിൽ വെച്ചിട്ടാണ് ഒരു ഷൂട്ട് നടത്തിയത്. ഷൂട്ടെന്ന് വെച്ചാൽ ചെറിയൊരു ഷൂട്ട്, എന്താ പറയുക, ഒരു ലോഞ്ചിങ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ പോലെ. അപ്പോൾ അതിന് മുൻപ് നമ്മളിതിനെ റെഡിയാക്കി സാധനമൊക്കെ മേടിച്ച് പെട്ടെന്നായിരുന്നു എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച്. നമ്മൾ കുറേ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതുപോലെ ഒന്നും നടന്നില്ല എനിക്ക്. അപ്പോൾ പിന്നെ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ആക്കിയെടുത്തു. നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളും, ഇമ്പോർട്ടിംഗ് ലൈസൻസ്, എക്സ്പോർട്ടിംഗ് ലൈസൻസ്, വെബ്സൈറ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെയും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും എനിക്ക് സജിൻ ചേട്ടനാണ് ചെയ്തു തന്നത്. അത് സാപ്പ് എന്ന് പറഞ്ഞൊരു അവരുടെ ടീമുണ്ട്. ആ ടീമാണ്. ഞാൻ താഴത്തെ ആർക്കെങ്കിലും വെബ്സൈറ്റ് നിങ്ങൾ ഏതെങ്കിലും സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ലിങ്കും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ താഴത്ത് കൊടുത്തേക്കാട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവരാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഞാൻ ഇവിടെ ഇരുന്നിട്ടും, ഞാൻ ഇന്ത്യയിലാണ് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ തന്നെ പറഞ്ഞു തരും, എങ്ങനെയാണ് എന്താണ് ചെയ്തതെന്നുള്ളതെല്ലാം. അപ്പോൾ ഇതുപോലെ എനിക്കെല്ലാം സെറ്റ് ചെയ്തതെന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അടുത്ത അപ്ഡേറ്റ് നമ്മൾ സാരീസിൻ്റെയൊക്കെ, അതും 399 499 ഒക്കെ സാരീസാണ് നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ആ ഒരു റേറ്റിന്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് എല്ലാവർക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ. പെപ്ലം ടോപ്സിനൊക്കെ 399, പിന്നെ 499 ലോങ് ആയിട്ടുള്ള പെപ്ലം ടോപ്പ്, അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് www.mirivastra.com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് തന്നെ ആദ്യം വരും കേട്ടോ. അതിനകത്ത് പേജല്ല, നമ്മുടെ സൈറ്റ് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കളക്ഷൻസ് കാണാൻ പറ്റും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അത്യാവശ്യം കളക്ഷൻസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ നമുക്ക് ഓരോന്നിനും, ഓരോ ഫ്രോക്കിനും, ഓരോ ഡ്രസ്സിനും ഒക്കെ ഓരോ പേരുകളുണ്ട്. അപ്പോൾ ആ പേര് ടൈപ്പ് ചെയ്താലും ആ പ്രോപ്പറായിട്ട് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ, വാട്സപ്പ് ത്രൂവും. അപ്പോൾ ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് നന്നായിട്ട് ഓർഡർ കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട്, ഇത് ബിസിനസ് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയെങ്കിലും സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ എനിക്കൊരു സന്തോഷമുള്ളത്. ഇത് മുന്നോട്ട് എങ്ങനെയാവും എന്നുള്ളത് പൊതുവേ എനിക്കറിയാം. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു 1 ഇയർ 2 ഇയർ ആയിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊരു സീസൺ അനുസരിച്ച് മാത്രമാണ് നമുക്ക് സെയിൽ കൂടുതൽ ഉണ്ടാവുക. ഒഫീഷ്യലി നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിതെൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെയൊക്കെ അടുത്ത് പോയിരുന്ന് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. www.mirivastra.com എന്നാണ് വെബ്സൈറ്റ്. ഗൂഗിളിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് പറഞ്ഞാലും പർച്ചേസ് ചെയ്യാം. പക്ഷേ ഓൾ ഇന്ത്യ മാത്രമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഡെലിവറി ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സസ്, പിന്നെ സാരീസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ബാക്കിയുള്ള സാരീസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 399 ഒക്കെ നമ്മൾ സാരീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ വരുന്നുണ്ട്. പിന്നെ 399 ഒക്കെ നമ്മുടെ പെപ്ലം ടോപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മെറി പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 499 ഡ്രസ്സസ് വരുന്നുണ്ട്. 599 ഉണ്ട്. നമുക്ക് ഈ വെബ്സൈറ്റ് ചെയ്ത് തന്നത്, ഇത്രയും നാൾ ഇതിൻ്റെ പുറകെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് സജിൻ ചേട്ടനാണ്. ചേട്ടൻ്റെ വൈഫ് കൂടിയാണ് കേട്ടോ. ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അവരുടെ ടീം നന്നായിട്ട്, സാബ് എന്ന് പറഞ്ഞാണ് അവരുടെ ടീമിൻ്റെ ഇത്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വെബ്സൈറ്റ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കയ്യിൽ കിടിലൻ പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് ഞാൻ എന്തായാലും താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ചെറിയ ചെറിയ കളക്ഷൻസ് കാണാം. ഇപ്പോൾ ഞാൻ വെബ്സൈറ്റാണ് മിരിവസ്ത്ര എന്ന് പറഞ്ഞ് ബൈജിസ്ബി എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അതിനകത്ത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ബെറി ബ്രൈറ്റ് എന്ന് പറഞ്ഞ സെർച്ച് കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് ഡ്രസ്സ് കാണാൻ പറ്റും കേട്ടോ. ഇത് 499 ആണ് വരുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. 1000 മുകളിലോട്ട് പർച്ചേസ്
പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഇല്ല, ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. 1000 ബിലോ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ. ഇതൊക്കെ 799 ഉള്ളൂ. നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതുപോലെ ഹാൻഡ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ഫിനിഷിംഗ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്ത ഐറ്റംസ് ആണ് എല്ലാം തന്നെ. ഇത്തവണ ഞാൻ എല്ലാ ഡ്രസ്സും എടുത്തപ്പോഴും അത്രയും ശ്രദ്ധിച്ച് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒത്തിരി അതായത് ഒരു ഇത് വീഡിയോ കോൾ ചെയ്താണ് ഞാൻ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒത്തിരി ഇതുണ്ട്. അത് ഇനി വീട്ടിൽ വന്ന് ഞാൻ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഓക്കെ ആണോ എന്ന് അറിഞ്ഞ് അതിന് ശേഷമായിരിക്കും കേട്ടോ നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, മോഡലിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് എനിക്ക് CV അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഓരോരുത്തർ പിക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും കളക്ഷൻസ് വരുന്നുണ്ടല്ലോ. സോ നമ്മൾ ഓരോരുത്തർ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ അടുത്ത്, അതായത് ഇവിടെ തന്നെയുള്ള മാൾട്ടയിൽ തന്നെയുള്ള ഒരു ജിജു എന്ന് പറഞ്ഞ ചേച്ചി, ഞങ്ങളുടെ കൊയലുള്ള ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ സെറ്റ് ചെയ്തതാണ് കേട്ടോ പുൽക്കൂടൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പല ദിവസങ്ങളിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വർക്കിന് പോകുന്ന സമയത്തെടുത്തത്, പോയി വരുന്ന സമയത്തെടുത്തത്. അങ്ങനെ മൊത്തത്തിൽ വിൻ്റർ ആയ പിന്നെ എനിക്ക് ഭയങ്കര ടയേർഡാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര ടയേർഡ്നെസ് ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട്, പക്ഷേ ആക്ച്വലി എനിക്ക് ഭയങ്കര ടയേർഡ്നെസ് ആണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ വിൻ്ററിൻ്റെയും അല്ലെങ്കിൽ ഒരു സീസൺ അനുസരിച്ചതിൻ്റെ ഉള്ള ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഇത് സെക്കൻഡ് ഓർഡറാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തു, നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തു. അതിന് ഗിഫ്റ്റ് സെപ്പറേറ്റ് നമ്മളൊരു സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ഒരു കുർത്തിയും കൂടിയും എക്സ്ട്രാ വെക്കുന്നുണ്ട്. സോ സെക്കൻഡ് ഓർഡറിലാണ് നമ്മൾ ഇത് സാരി ആയിരുന്നു കേട്ടോ സെക്കൻഡ് ഓർഡർ വന്ന മൊഡാൽ സിൽക്കിൻ്റെ. ഇത് 99, അതായത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 1079 രൂപയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കുറച്ച് ടോപ്പും അതിൻ്റെ പ്രൈസും ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഓർഡറിന് ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റ്, ഒരു ആൻറ്റി ടെർണിഷിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു നെക്ക് ചെയിൻ ആണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ അത്രയും എന്താ പറയുക, ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് തന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാനൊരു സപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സ്മോൾ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ലാഭത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ചെറിയ ലാഭത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാര്യം ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം. അതുപോലെ തന്നെ മിഴിവസ്ത്രയുടെ കാർഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു, ലോഗോ വെച്ചിട്ടുള്ള. ഇത് കറക്റ്റായിട്ടല്ല കേട്ടോ മമ്മി വെച്ചത്. മമ്മിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്ത് ഇത് വേറെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചെയിനാണ് ഞാൻ വെച്ചത്. നല്ല ചെയിനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം ഞാൻ ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്ത ഐറ്റംസ് ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്ക് ഓൾറെഡി ഒരു പേജും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മിഴി ആക്സസറീസ്. അതിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് 100 രൂപ അല്ലെങ്കിൽ 99 രൂപ, 49 രൂപ, 150 രൂപ, ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതായിട്ട് വരുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് കൂടി നമ്മൾ ഇറക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ. പക്ഷേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ തയ്ക്കാനും ഡ്രസ്സിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സീലും പപ്പ ഞാനിവിടുന്ന് പറഞ്ഞ ഡിസൈനൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് പപ്പ കൊണ്ടുപോയി ചെയ്യിപ്പിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സീല്. ഇതെനിക്ക് ഇവിടെ തയ്ക്കാൻ കിട്ടിയതാണ് കേട്ടോ. ഒരു ചൈനീസ് ഡ്രസ്സായിരുന്നു, പക്ഷേ അതിന് കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. ഷോൾഡർ ഒന്ന് ഇത് വെട്ടാതെ ഓൾട്ടർ ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കൂളിലെ ഡാൻസിൻ്റെ എന്തോ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത് താഴത്ത് നമ്മൾ ഇറക്കത്തിനുള്ളത് വെട്ടിയിട്ട് ഓൾട്ടർ ചെയ്തു, അല്ലാത്തത് ഷോൾഡറൊക്കെ ഞാൻ വെട്ടാതെ തന്നെ ഓൾട്ടർ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. തുണി ഭയങ്കര പാടായിരുന്നു പിടിക്കാൻ, പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള തുണിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഡാൻസിൻ്റെ ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് തുന്നിയെടുക്കാൻ, അത് ഹാൻഡ് സ്റ്റിച്ച് ആയിട്ടുള്ളത്, കുറച്ച് ലൈറ്റൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് പാൻറ്റിൻ്റെ ഇറക്കം കുറയ്ക്കാനുണ്ട്. എനിക്കിവിടെ കൂടുതൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലും കിട്ടുന്നത്. ഇതല്ല എൻ്റെ വർക്ക്. ഞാനിവിടെ കെയറായിട്ടാണ് പാർട്ട് ടൈമായിട്ട് നിൽക്കുന്നത്. പാർട്ട് ടൈമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കെയറായിട്ടാണ്. പക്ഷേ എനിക്കിതുപോലെ ഇങ്ങനെ ഒഴിവ് സമയത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് നമ്മൾ എന്തായാലും കൈവിട്ട് കളയരുതല്ലോ. 1000 രൂപയ്ക്ക് മുകളിലോട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. 1000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് 60 രൂപ വരും കേട്ടോ. അപ്പോൾ മിഴിവസ്ത്രയുടെ പേജ് ചെക്ക് ചെയ്യാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു, ഇതിനകത്തൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് പേടിയായിരുന്നെങ്കിലും ഞാൻ കയറി. വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഹൈറ്റ്, ഇറക്കം, കയറ്റം അതൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ എനിക്ക് ഒരു കേക്ക് കഴിക്കാൻ കിട്ടിയിട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു.
അടിപൊളിയായിരുന്നു. പിന്നെ കേക്കൊക്കെ കഴിച്ച് വീണ്ടും എൻ്റെ അടുത്ത പണിയിലോട്ട് ഞാൻ കടന്നു കേട്ടോ. ഒരു കുഞ്ഞ് സ്കേർട്ട് ഉണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഹാൻഡ് സ്റ്റിച്ചായിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കിവിടെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അടിയിലൊരു തെർമലിട്ട് അതിൻ്റെ മുകളിലൊരു ഹുഡി പോലത്തെ ഒരു സംഭവം എടുത്തിട്ടേക്കണേ. ചില സമയത്ത് നമുക്ക് കുഴപ്പമില്ല, ഒരു തണുപ്പങ്ങ് പിടിച്ച് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് ആ തണുപ്പത്ത് അങ്ങോട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ രാവിലെ തന്നെ ഒട്ടും പറ്റത്തില്ല. രാത്രിയാണെന്നുണ്ടെങ്കിലും പിന്നെയും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആ ഒരു തണുപ്പ് അത്രയും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ വസ്ത്രയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴത്തെ മെൻഷൻ ചെയ്തേക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിവേ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരുവിധം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.